ബന്ദികളുടെ മോചനം വൈകിയാൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശനിയാഴ്ചയോടെ മുഴുവൻ ബന്ദികളുടെ മോചനം നടന്നില്ലെങ്കിൽ ഗാസ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ റദ്ദാക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്നാരോപിച്ച് ബന്ദികളുടെ മോചനം ഹമാസ് വൈകിക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ. മോചനം നടന്നില്ലെങ്കിൽ സൈനിക നടപടിയെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച തോറും 3 ഇസ്രായേലി ബന്ദികളെ വീതം വിട്ടയക്കണമെന്നായിരുന്നു ധാരണയുടെ ഭാഗമായി ഈ ശനിയാഴ്ച 3 ബന്ദികളെ കൂടി വിട്ടയക്കേണ്ടതുണ്ട്. ഇതിനിടെയാണ് ഹമാസ് നിലപാട് മാറ്റിയത്. ബന്ദികളുടെ മോചനം നീട്ടിവെക്കുന്നു എന്നാണ് ഹമാസ് അറിയിച്ചത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് മോചന ധാരണ നിലനിൽക്കുന്നത്. ബന്ദികളെ മുഴുവൻ വരുന്ന ശനിയാഴ്ച മോചിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് ബന്ദികളുടെ മോചനക്കാര്യത്തിൽ പിന്തുണ അറിയിച്ചിരുന്നു. മോചനം വൈകിപ്പിച്ചാൽ കർശന സൈനിക നടപടി ഉണ്ടാവുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ സൈനിക നിരീക്ഷണം ശക്തമാക്കിയതായും പ്രതിരോധ മന്ത്രി അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ വിഷയം സങ്കീർണമാവാതെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റു ലോകരാഷ്ട്രങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.